നിങ്ങൾക്കറിയാമോ, ലോററ്റ് റെസ്റ്റോറന്റുകളിൽ അപ്പോഴേക്കും നല്ല ഭക്ഷണം ലഭിക്കും. നമ്മൾ ഈ കാര്യങ്ങൾ നിക്ഷേപങ്ങൾക്കായും പറയാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാമോ? മനുഷ്യ, ഈ റെസ്റ്റോറന്റ് റേറ്റിംഗിനേക്കാൾ മികച്ചതായി തോന്നുന്നു. പക്ഷെ എന്തിനാണ് നിങ്ങൾ പാർട്ടികൾ നടത്തുന്നത്? നന്ദി പറയുന്നതിനായി. നന്ദി. എന്തിന്? താങ്ക് യു. എന്നെ ഡെറ്റ് ഫണ്ട്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്. ഇപ്പോൾ എന്റെ പോർട്ട്ഫോളിയോ ബാലൻസ്ഡ് ആയി കാണുന്നു. നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് കാര്യങ്ങൾ, അല്ലേ? മറ്റുള്ളവയേക്കാൾ ലാഭം കുറച്ച് കൂടുതലാണ്, അല്ലേ? രസകരമാകും. സാധ്യതയുള്ള കാര്യം സംഭവിക്കാം. അവന് എങ്ങനെ? നിന്റെ നിക്ഷേപ തന്ത്രത്തിന് ഒരു ഉണർവ് നൽകുന്ന ഒരു ലളിതമായ മാർഗം. ICICI പ്രുഡൻഷ്യൽ ക്രെഡിറ്റ് റിസ്ക് ഫണ്ടിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതെ, കേട്ടിട്ടുണ്ട്. എന്നാൽ കൂടുതൽ വിവരങ്ങൾ അറിയുന്നില്ല. അതിനാൽ ICICI പ്രുഡൻഷ്യൽ ക്രെഡിറ്റ് റിസ്ക് ഒരു ഓപ്പൺ എൻഡ് ഡെറ്റ് സ്കീമാണ്. പ്രധാനമായും യിലും താഴെ റേറ്റ് ചെയ്ത കോർപ്പറേറ്റ് ബോണ്ടുകളിലും നിക്ഷേപിക്കുന്നു. താരതമ്യേന ഉയർന്ന പലിശ നിരക്ക് റിസ്ക് കൂടാതെ താരതമ്യേന ഉയർന്ന ക്രെഡിറ്റ് റിസ്ക് ഉണ്ട്. ഇപ്പോൾ ഈ ബോണ്ടുകൾക്ക് താരതമ്യേന ഉയർന്ന അപകടസാധ്യതയുള്ളതിനാൽ ഈ അപകടസാധ്യത പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഈ സ്കീമിന്റെ ലക്ഷ്യം. കൂടാതെ താരതമ്യേന മെച്ചപ്പെട്ട റിസ്ക് അഡ്ജസ്റ്റ് ചെയ്ത റിട്ടേണുകൾ സൃഷ്ടിക്കും, പ്രധാനമായും അക്രൂവൽ ഇൻകത്തിന്റെ രൂപത്തിൽ. രണ്ടാമതായി, മാർക്കറ്റ് ടു മാർക്കറ്റ് ലാഭമുണ്ടാക്കുക. ബോണ്ട് റേറ്റിംഗ് അപ്ഗ്രേഡ് ചെയ്താൽ ഈ സ്കീം ഒരു മികച്ച ബാലൻസ് നിലനിർത്താൻ ലക്ഷ്യമിടും. സേഫ്റ്റി, ലിക്വിഡിറ്റി, റിട്ടേൺ എന്നിവയുടെ ആവശ്യകത ക്രമത്തിൽ. കൂടാതെ ഒരു പോർട്ട്ഫോളിയോ നിർമ്മിക്കാൻ ശ്രമിക്കും. നന്നായി റിസർച്ച് ചെയ്ത കോർപ്പറേറ്റ് ബോണ്ടുകൾ എവിടെയാണോ ക്രെഡിറ്റ് ക്വാളിറ്റി നിയന്ത്രണത്തിലുള്ളത്, കൂടാതെ ഡിഫോൾട്ട് പ്രോബബിലിറ്റി താരതമ്യേന കുറവായിരിക്കണം. ഈ പദ്ധതി സാധാരണയായി ചെറുതും ഇടക്കാല സെക്യൂരിറ്റികളിൽ നിക്ഷേപിക്കുന്നു. മനസ്സിലായി? എത്ര റിസ്ക്, എത്ര റിട്ടേൺ? ശരി. ഈ പദ്ധതിയെക്കുറിച്ച് അറിയാൻ ICICI പ്രുഡൻഷ്യൽ ക്രെഡിറ്റ് റിസ്ക് ഫണ്ട് തിരയുക, അല്ലെങ്കിൽ വിവരണത്തിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ അപകടസാധ്യതകൾക്ക് വിധേയമാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവ്വം വായിക്കുക.